നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വേണ്ട എന്ന സൂചന ധനമന്ത്രി നൽകുന്നുണ്ടെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതുകൊണ്ട് ചില നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നികുതി വ്യവസ്ഥയിലെ പരിഷ്കരണവും കർഷകർക്കുള്ള ആശ്വാസ പദ്ധതികളും സാമൂഹിക സുരക്ഷാ പദ്ധതികളുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്ന് പരിഭവമുള്ള നമ്മുടെ സംസ്ഥാനവും പ്രതീക്ഷയോടെ ബജറ്റ് കാത്തിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ കരുതൽ അറിഞ്ഞാകും സംസ്ഥാന ബജറ്റിന്റെ അവസാന മിനുക്കുപണി. എന്തൊക്കെ പ്രതീക്ഷിക്കാം? നമുക്ക് വിശദമായി പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ CP ജോൺ, ആസൂത്രണ കമ്മീഷൻ മുൻ അംഗം, ശ്രീ പ്രിൻസ് ജോർജ്, സാമ്പത്തിക വിദഗ്ധൻ, ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, സാമ്പത്തിക വിദഗ്ധൻ, ശ്രീ സന്തോഷ് വർഗീസ്, സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ. അദ്ദേഹം മഹാരാജാസ് കോളേജ് എക്കണോമിക്സ് വിഭാഗം HOD കൂടിയാണ്. ഇത്രയും ആളുകളാണ് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. ആദ്യം ശ്രീ സന്തോഷ് വർഗീസ്. ഇവിടെ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ 6ാമത് ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇടക്കാല ബജറ്റാണ്. അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയുള്ള വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുക എന്നതാണ് ഉത്തരവാദിത്വം. എങ്കിൽ പോലും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ അതിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ഇടക്കാല ബജറ്റുകൾ വൻ പ്രഖ്യാപനങ്ങളുടേത് കൂടിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ജനങ്ങളെ ഒപ്പം നിർത്താൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുമോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഇടക്കാല ബജറ്റാണ്. ഈ ഇടക്കാല ബജറ്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ ജനങ്ങളുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പൊടിക്കൈകൾ നിരവധി ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. വിശേഷിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോ അധികാരത്തിലുള്ള BJP സർക്കാരിന്റെ മുഖ്യ സമ്മതിദായകർ, മുഖ്യ ഒരു പിന്തുണ വരുന്നത് മധ്യവർഗത്തിൽ നിന്നാണ്. സ്വാഭാവികമായും മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തന്നെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിശേഷിച്ച് നികുതി നിരക്കുമായി ബന്ധപ്പെട്ട്, വരുമാന നികുതി നിരക്കുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ഇളവുകൾ, പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ ബജറ്റിൽ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാകുമ്പോഴും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട സമ്പദ് വ്യവസ്ഥയുടെ 10 വർഷത്തെ റിവ്യൂ പ്രകാരം ചില ആശങ്കകൾ കൂടി ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. അതുകൂടി പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ആ റിവ്യൂ റിപ്പോർട്ടിൽ ഏതാണ്ട് 75ഓളം പേജുള്ള റിവ്യൂ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ 10 വർഷം കൈവരിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേറ്റീവ് ഗ്രോത്ത്, പിന്നെ ചലഞ്ചസ് അഹെഡ്, ഈ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എന്ത് മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ യഥാർത്ഥത്തിൽ ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു മുന്നേറ്റം, കഴിഞ്ഞ 10 വർഷത്തെ മുന്നേറ്റമായിട്ട് അവതരിപ്പിക്കുന്നത് നഗരമേഖലയിലെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിൽ കുറവ് വന്നു എന്നുള്ള കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്കറിയാം മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള ആ തൊഴിലില്ലായ്മ നിരക്കിനെ കുറിച്ച് എടുത്തു പറയുന്ന പരാമർശങ്ങൾ ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ഒരു ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന രീതിയിൽ 4 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. ഒന്നാമത്തെ വെല്ലുവിളിയായിട്ട് സൂചിപ്പിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുമായി എങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എനർജി സെക്യൂരിറ്റി, ഊർജ പ്രതിസന്ധി അല്ലെങ്കിൽ ഊർജ സുരക്ഷിതത്വം എങ്ങനെ നേടാൻ കഴിയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൈപുണ്യം പകർന്നു നൽകാൻ കഴിയും. ഇതൊക്കെയാണ് രാജ്യം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികൾ എന്ന രീതിയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വർദ്ധിച്ചു വരുന്ന അസമത്വം, സാമ്പത്തിക അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തേണ്ട വലിയ നിക്ഷേപം, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഈ റിപ്പോർട്ട് നിശബ്ദമായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തുള്ള നിക്ഷേപ നിരക്ക് വർദ്ധിക്കുമോ, എത്ര കണ്ട് സർക്കാർ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകും
എന്നൊക്കെയുള്ള കാര്യം രാജ്യം ഉറ്റുനോക്കുന്ന ചില വസ്തുതകളാണ്. ആ കാര്യത്തിലെല്ലാം തന്നെ നിശബ്ദതയാണ് ഈ റിപ്പോർട്ട് പുലർത്തുന്നത്. നമുക്കറിയാം 2008 35% രാജ്യത്തെ നിക്ഷേപ നിരക്ക്. എന്നാൽ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2023 ഇത് 29.2%. 2024 സർക്കാർ തന്നെ പ്രതീക്ഷിക്കുന്നത് നാമമാത്രമായ വർധനമാണ്, 29.2 കഴിഞ്ഞ വർഷം. ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 29% എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഉണ്ടാകുന്ന നിക്ഷേപ നിരക്കിന്റെ കാര്യത്തിൽ സർക്കാർ പോലും വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ കാര്യം എങ്ങനെയാണ് ബജറ്റിൽ അഭിമുഖീകരിക്കാൻ പോവുക എന്നുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും വികസനത്തെയും ഉറ്റുനോക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഗതികളാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാർ നടത്തുന്ന പൊതു ചെലവ് ചെയ്യൽ ഏതാണ്ട് 15% ഇങ്ങനെ നിൽക്കുകയാണ്. ക്രമാനുഗതമായി അത് കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ വർഷം ലേശം ഒരു ചെറിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം ആ കാര്യത്തിൽ എന്ത് മാറ്റമായിരിക്കും സർക്കാർ നടത്തുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രശ്നമാണ്. സമ്പദ് വ്യവസ്ഥയിലെ പൊതു ചെലവ് ചെയ്യൽ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള വികസന വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സാധാരണ ജനങ്ങളുടെ ഒരു ജീവിത നിലവാരവും അവരുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങളും ഒക്കെ തന്നെ ഏറെക്കുറെയൊക്കെ മെച്ചപ്പെട്ട നിലയിലാണ്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് നാം ഒന്ന് കടന്നാൽ പാർപ്പിടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശൗചാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വലിയ വെല്ലുവിളിയായി അവശേഷിക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം രാജ്യത്തിന് ആവശ്യമുണ്ട്. ആ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ മാത്രമാണ് ആഗോളതലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. അവിടെയൊക്കെ ആ നേട്ടം കൈവരിക്കാൻ സർക്കാർ ഏത് രീതിയിൽ നിക്ഷേപം നടത്തും എന്നുള്ളതാണ് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നാം എല്ലാം ഉറ്റുനോക്കുന്ന സംഗതി. ശരി, ദയവായി തുടരുക. ശ്രീ CP ജോൺ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ശ്രീ CP ജോൺ, നമ്മൾ ഒരു ബജറ്റ് പ്രതീക്ഷിക്കുകയാണ്. ഇടക്കാല ബജറ്റാണ്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ ചില നിർണായക പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ മൂന്നാമതും താൻ എന്ന സന്ദേശം പ്രധാനമന്ത്രി നൽകുന്നു. ഇതിനു മുൻപും പല വേദികളിൽ അദ്ദേഹം അതുപോലെയുള്ള സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മൂന്നാമത് പൂർണ്ണ ബജറ്റ് തങ്ങൾ തന്നെ അവതരിപ്പിക്കും എന്ന സൂചന നൽകി. അപ്പോൾ പോലും ഇതിൽ നമ്മൾ 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകും എന്ന സൂചനകൾ അവലോകന റിപ്പോർട്ടിൽ വരുന്നുണ്ട്. മൂന്നാമത് വലിയ സാമ്പത്തിക ശക്തിയാകും എന്നത് നിരവധി തവണ ആവർത്തിക്കപ്പെടുന്നതാണ്. ഇന്ന് പ്രസിഡന്റും അക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഏതിനൊക്കെ ആയിരിക്കും ഊന്നലെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? നമ്മളുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളെ, BJP ഇതര സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നു എന്ന ഒരു ബുദ്ധിമുട്ട് സംസ്ഥാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്? വാസ്തവത്തിൽ ഇതൊരു ഇടക്കാല ബജറ്റാണ്. തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ബജറ്റ് എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ലെങ്കിലും ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിലൂടെയാണ് ഇത്തവണ BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അല്ലാതെ ഒരു ഫിനാൻഷ്യൽ അജണ്ട അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റൽ അജണ്ട വെച്ചിട്ടല്ല. അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അത് രാമക്ഷേത്രമാണ്. ഇന്ന് പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും രാമക്ഷേത്രത്തെ കുറിച്ച് പരാമർശിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യാത്രയിലായതുകൊണ്ട് പൂർണ്ണമായിട്ട് എങ്കിൽ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലും ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ സമാപിച്ച ഞങ്ങളുടെ പാർട്ടിയുടെ റെസൊല്യൂഷനിൽ പറഞ്ഞ പോലെ മതരാഷ്ട്രങ്ങൾ ലോകത്തെ എവിടെ ആവശ്യമില്ല. ഒരു പ്രയോജനവും ആർക്കും ഈ രാഷ്ട്രങ്ങളൊന്നും സ്വർഗത്തിൽ പോവില്ലല്ലോ, മനുഷ്യരല്ലേ പോവുള്ളൂ. പോവാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പൊ മതരാഷ്ട്രം ഉണ്ടാക്കുക, രാഷ്ട്ര ദൈവങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഇന്നത്തെ പ്രോസസ്. ഒരു രാഷ്ട്രത്തിന് സ്വന്തമായിട്ടുള്ള ദൈവം. അപ്പൊ അത് രണ്ടും ഒന്നിന്റെ പണി വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് മതരാഷ്ട്രത്തിന്റെ. മറ്റേത് ഫിനിഷ്ഡ് ജോബാണ്. രാഷ്ട്രദൈവം രാമനാണ്. അപ്പൊ ഇവിടെ ആളുകൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർമ്മിതി ഈ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, പൊളിറ്റിക്കലായിട്ട് പോളിറ്റി എന്ന രീതിയിൽ മതരാഷ്ട്രം ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രദൈവമായിട്ട് രാമനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിന് ഇതൊക്കെ മതി എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, തെരഞ്ഞെടുപ്പിന് മുന്നോടി
നടപടിയായിട്ട് വലിയ തരത്തിൽ ഫിനാൻഷ്യൽ സൈഡിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഫിനാൻസിനെ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് ഫിനാൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ടൂൾസ് ഒന്നും BJPയുടെ കയ്യിലില്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലില്ല. അത്ര റോസി പിക്ചർ ഒന്നുമല്ല ഇന്ത്യയുടെ പബ്ലിക് ഫിനാൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവരെല്ലാവരോടും 3% കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് FRBM ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 3%, GSTPയുടെ 3% എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എത്രയാണ് കേന്ദ്രത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാ? അപ്പൊ നാളെ പൂർണ്ണമായിട്ട് പറയുമായിരിക്കും. അത് ഏതാണ്ട് 6%. കോവിഡ് കാലത്ത് അത് 8% വരെ പോയി. അത് പിന്നെ പോട്ടെ, അതൊരു കണ്ടിജൻസി വന്നതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണല്ലോ, ധനക്കമ്മിയാണല്ലോ. കാരണം കടം വാങ്ങിച്ച പണവും കിട്ടിയ റവന്യൂ വരുമാനവും ചേർത്ത് വെച്ചിട്ട് ചെലവിടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിനെയാണല്ലോ നമ്മൾ ധനക്കമ്മി എന്ന് വിളിക്കുന്നത്. അപ്പൊ ധനക്കമ്മി GDPയുടെ 3% നിൽക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ഉപദേശിക്കുന്ന കേന്ദ്രം അതിന്റെ ഇരട്ടിയിലധികം ധനക്കമ്മിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കാശൊന്നും കൊടുക്കാനില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിശ്വാസ വിത്തുകൾ മാത്രമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. കൃഷിക്കാർക്കൊന്നും കൊടുക്കാനില്ല. കൃഷിക്കാർക്ക് ഒരു വലിയ കടത്തിലാണ്. MSME സെക്ടർ ഇപ്പൊ നമ്മുടെ GST രജിസ്ട്രേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 4 കോടിയോളം രജിസ്ട്രേഷൻ ഉണ്ട്. അവരാണ് നമ്മുടെ ഇക്കോണമിയുടെ ചാലക ശക്തി. എല്ലാവരും MSME അല്ല എങ്കിൽ പോലും മഹാഭൂരിപക്ഷം MSME ആണല്ലോ. ഈ MSME സെക്ടറിന് ലോൺ കൊടുത്തു എന്നാണ് പറയുന്നത്. അവരെ ബാങ്കുകൾ വരിഞ്ഞു മുറുക്കുകയാണ്. അവരുടെ സിവിൽ റേറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരായിട്ട് വട്ട് തട്ടുകയാണ്. അത് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ചിലർ ചെയ്യും, ചിലർ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാം ബുദ്ധിമുട്ടിലാണ്. അവർക്ക് MSME എടുത്ത കടത്തിനോ കർഷകരെടുത്ത കടത്തിനോ ഒരു തരത്തിലുള്ള സമാശ്വാസവും പ്രഖ്യാപിക്കാൻ ഉള്ള ഫിസ്ക്കൽ വിൻഡോ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലില്ല. എന്നാൽ GST നന്നായിട്ട് കയറിയിട്ടുണ്ട്. 1.8 lakh crore പെർ മന്താണ് കിട്ടുന്നത്. അത് കളക്ട് ചെയ്യുന്ന ആളുകളെ എനിക്ക് അഭിനന്ദിക്കുന്നതിന് തടസ്സമില്ല. അത് കളക്ട് ചെയ്തെടുത്തല്ലോ. ഇവിടെ കളക്ട് ചെയ്യുന്നതിനാണ് കേരളത്തിലുള്ള ബുദ്ധിമുട്ട്. പൊതുവെ 1.8 lakh crore എന്ന് പറയുന്നത് ഒരു ഡ്രീം ഫിഗർ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് കാണിക്കുന്നത്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള കമ്പാരിസൺ വരുന്ന സമയത്ത് ഇൻഡയറക്ട് ടാക്സ് മുന്നിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുക്കുന്നതാണല്ലോ ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ നമ്മൾ ഡീസൽ അടിക്കുന്ന സമയത്ത് നമ്മൾ നികുതി കൊടുക്കുന്ന നിർബന്ധിതരാണ്. ആ നികുതി ഇൻഡയറക്ട് ടാക്സ് ആണ്. അത് സ്റ്റേറ്റുകളാണ് പിരിക്കുന്നത്. മറ്റൊരു കാര്യം, അതേപോലെ തന്നെ മറ്റ് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ആ വാങ്ങിക്കുന്ന എല്ലാ സോപ്പ് ചീപ്പ് കണ്ണാടിക്കും നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ അവരത് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. ഒരു ഷർട്ട് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. എന്തിന് സർവീസും കൂടെ. ഒരു കല്യാണത്തിന് ഒരു ചെറിയ ഹോള് വാടകയ്ക്ക് എടുത്താൽ അതിന് ഉദാഹരണത്തിന് ഒരു ചെറിയ ഹോളിന് പോലും 50,000, ഏറ്റവും ചെറിയത് 1 ലക്ഷം ഒക്കെ വരും. 18% ടാക്സ് ആണ്. 18,000 രൂപ ഈ കല്യാണം നടത്തുന്ന വധുവിന്റെ അച്ഛൻ ഗവൺമെന്റിന് കൊടുക്കണം. അത് നമ്മൾ അറിയുന്നില്ല. അത് വാടക ഇനത്തിൽ പോയി എന്ന് വിചാരിക്കാം. പണ്ട് അതുണ്ടായിരുന്നില്ല, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ ടാക്സ് എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഇങ്ങനെ പിരിച്ചിരുന്നില്ല. അപ്പോ എല്ലാ തരത്തിലുള്ള ചെറിയ ചെറിയ സേവനങ്ങൾക്ക് പോലും സർവീസ് ടാക്സ് വരണം. മുടി വെട്ടിച്ചാൽ നമ്മൾ ടാക്സ് കൊടുക്കുകയാണ്. പണ്ട് നമ്മൾ ആകെ കൊടുത്തിരുന്നത് അവിടെയുള്ള പിന്നെ ബാർബർ ഷോപ്പിന്റെ അല്ലെങ്കിൽ ബ്യൂട്ടി സെന്ററിന്റെ പൈസയാണ്. അയാൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട സ്ഥിതി വരുമ്പോഴാണ് ഗവൺമെന്റിന് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ മുടി വെട്ടിച്ചാൽ, താടി വെട്ടിയാൽ ഒക്കെ തന്നെ നമ്മൾ ഗവൺമെന്റിന് നേരിട്ട് ആ ടാക്സ് കൊടുക്കും. അപ്പൊ ടാക്സ് വളരെയധികം ചെയ്തു. അത് എന്നിട്ടും അവർക്ക് പൈസ ഇത്രയും ഡയറക്റ്റ് റവന്യൂ ഇൻകം വർദ്ധിപ്പിച്ചിട്ട് പോലും ധനക്കമ്മി കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കടം വാങ്ങിയിട്ടുണ്ട്. എത്രയാ കടം? 50 ലക്ഷം കോടിയിൽ നിന്നും 150 ലക്ഷം കോടിയായിട്ട് മാറി ഏതാണ് വർഷത്തിനകത്ത്. അപ്പൊ അതൊക്കെ വളരെ വലിയ ഒരു പ്രതിസന്ധി എന്നുള്ള വാക്ക് ഞാൻ ആവശ്യമില്ല ഉപയോഗിക്കുന്നില്ല. കോവിഡിന്റെ കാലത്തുള്ള പ്രതിസന്ധിയൊക്കെ നമ്മൾ മറികടന്നിട്ടുണ്ട്. എന്നാൽ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ BJPയുടെ അജണ്ട കാണാതിരുന്നിട്ട് കാര്യമില്ല. അവര് പ്ലാൻ രാജിൽ നിന്നും പ്രോജക്ട് രാജിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്ലാൻ ഇല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സബ് പ്ലാനുകൾ SCP, TSP എന്ന് പറയുന്ന സാധനം കേന്ദ്രത്തിലേ ഇല്ല. ഇവിടെയും അവഗണിക്കുകയാണ്, വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ പണ്ടൊക്കെ നമ്മൾ ഒരു പ്ലാൻ വന്നാൽ അതിന്റെ 10-14% കേന്ദ്രത്തിലൊക്കെ SCP ആണ്, പിന്നെ TSP ആണ്. അപ്പൊ ദളിതരും ആദിവാസികളും കൂടെ ചേർന്നാൽ 16, 8, 24% ജനങ്ങളാണ്. ആ 24% വേണ്ടി ഉണ്ടായിരുന്ന സബ് പ്ലാൻ എന്ന് പറയുന്ന ഉപപദ്ധതി
ആ ഉപപദ്ധതി ഇന്നില്ല. പിന്നെ എവിടെ പൈസ പോണേ? പൈസ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കാണ്. നമുക്ക് എവിടെ പോയാലും, ഞാനിപ്പോൾ യാത്ര ചെയ്ത് വരുമ്പോൾ 12 കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാണ് ആരൂരിൽ നിന്നും തുറവൂരിലേക്ക് പണിതോട്. നമുക്ക് കണ്ണഞ്ചിക്കുന്ന ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്, നമ്മൾ അതിനെ കളിയാക്കല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മതി. നെസസറി ബട്ട് നോട്ട് സഫിഷ്യന്റ്. പ്രോജക്ട്സ് ആർ നെസസറി ബട്ട് നോട്ട് സഫിഷ്യന്റ്. അപ്പൊ പ്രോജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് 1.5 ലക്ഷം കോടിയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഉള്ള നടപടിയാണ് അത്. വളർച്ചാ നിരക്ക് കൂടും. അതായത് വളർച്ചാ നിരക്ക് കൂടാൻ ഉപകരിക്കും. പക്ഷേ NHAI മസാല ബോണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. സമയമെടുക്കും. ഇറ്റ് ടേക്സ് ടൈം. എന്തായാലും എന്താ പറയുക, earlier the better. ഞാനതിനെ കളിയാക്കുന്ന ആളല്ല. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് അല്ലെങ്കിൽ ഇൻഫ്രാ പുഷ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഇന്ന് റോഡിലും റെയിലിലും BJP ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ പരിഹസിക്കാനല്ല നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ജനങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്ന ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന പോലെ ഡയറക്റ്റ് ബെനിഫിറ്റ്, ആ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും പറ്റാത്ത സ്ഥിതിയിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് നിൽക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണ് അദ്ദേഹം സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. തുടരുക. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, 3ാം തവണയും തങ്ങളുടെ സർക്കാർ എന്ന് പോലുമല്ല, താൻ അധികാരത്തിൽ വരുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൂചന നൽകുമ്പോൾ ആ സർക്കാർ അധികാരത്തിൽ 3ാം വട്ടം വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നതിൻ്റെ ഒരു ചെറു രൂപം നമുക്ക് ഇടക്കാല ബജറ്റെങ്കിൽ പോലും പ്രതീക്ഷിക്കാമോ? ഇവിടെ CP ജോൺ ചൂണ്ടിക്കാട്ടിയ പ്രധാന വിമർശനം ഈ നേരിട്ട് ആളുകൾക്ക് സഹായം കിട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ 2019 ഇടക്കാല ബജറ്റ് ആയിരുന്നു എങ്കിൽ പോലും PM കിസാൻ നിധി 6000 രൂപ ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുമെന്നത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കത് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ, സാധാരണക്കാരെ ഒപ്പം നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടാകും? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ 2 പ്രാവശ്യത്തെ ഭരണം നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തരത്തിലുള്ള ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാർക്കും നിഷേധിക്കാനൊക്കെ. കാര്യങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും 150 കോടിയോടടുക്കുന്ന ജനങ്ങളുള്ള ഈ രാജ്യത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു തോന്നൽ, ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സെൻസെക്സിലും നമ്മുടെ ഓഹരി വിപണിയിലും ഒക്കെ തന്നെ കാണുന്നത്. ശരിയാണ്, നമ്മുടെ ഈ വികസനം ഇന്നിക്വാളിറ്റി, അസമത്വം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ അസമത്വം ഉണ്ടാകും എന്നതിൻ്റെ പേരിൽ വികസനത്തെ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. ഈ വികസനത്തോടൊപ്പം തന്നെ ഈ അസമത്വം പരിഹരിക്കുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പം തന്നെ GSTയുടെ കളക്ഷൻ അത് 1.8 ലാഖിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സുകളുടെ ഒക്കെ തന്നെ കളക്ഷൻ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പക്ഷേ അതൊന്നും നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം പരിഹരിക്കുന്നതിനോ ഒന്നും തികയുന്നില്ല എന്നുള്ള വസ്തുത. തികയുന്നില്ല എന്ന് മാത്രമല്ല ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് കണ്ടു കാണുമല്ലോ, ദാരിദ്ര്യമുക്തി. അതിൻ്റെ പല സൂചികകളിലും മൻമോഹൻ കാലമായിരുന്നു ഇതിലും ഭേദം. പല സൂചികളിലല്ല, ഏറെക്കുറെ സൂചികൾ. ആകെ ശുചിത്വം ഉറപ്പാക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഈ 10 വർഷം കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കി എല്ലാ സൂചികകളിലും പിന്നോട്ടായിരുന്നു എന്നതാണ്. ബജറ്റ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിനോ സാമ്പത്തികമായി ഉന്നതയിൽ നിൽക്കുന്നവർക്കോ മാത്രം ഉള്ളതല്ലല്ലോ, വ്യവസായികൾക്ക് മാത്രമല്ലല്ലോ, സാധാരണക്കാരനെയും കാണേണ്ടതാണല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ നമ്മുടെ 75 വർഷമായിട്ട് എല്ലാ കാലത്തും പറഞ്ഞു വരുന്ന ഒരു വാദം തന്നെയാണ്. അപ്പോൾ ഈ വികസനം വളർച്ച ഉണ്ടാകാതെ വിതരണം നടക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ടുണ്ട്, അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നീതി ആയോഗിൻ്റെതാണ്. അതെ, അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും
ജനങ്ങളുടെ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും അതിനെ മറികടന്ന് മുന്നോട്ട് പോയി ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെമോഗ്രാഫിക് ഡിവിഡൻ്റുള്ള ഒരു രാജ്യമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ എണ്ണം മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഇവൻ ചൈനയെ പോലും നമ്മളെ കാര്യത്തിൽ നമ്മൾ ചൈനയ്ക്കൊക്കെ ആ നേട്ടം കഴിഞ്ഞു. അവരൊക്കെ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കൂടുതലായിട്ടുണ്ടാകണം. അതിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ സംരംഭകരുടെ ഈ ആനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്ന പോലെ സംരംഭകരുടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ വിപണിയിലേക്ക് എടുത്തു ചാടി ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായി മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറണം. അതിനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ ഒക്കുകയില്ല. ഉദാഹരണമായിട്ട് GSTയുടെ നടപ്പിലാക്കലോടുകൂടി ഇന്ത്യ ഒന്നാകെ ഒരു മാർക്കറ്റായി മാറിയിരിക്കുകയാണ്. പലതരത്തിലുള്ള തടസ്സങ്ങൾ, ചെക്ക് പോസ്റ്റുകളായിട്ടും പലതരത്തിലുള്ള മറ്റ് പ്രൊസീജറൽ തടസ്സങ്ങളൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു. അതുതന്നെ സംരംഭകർക്ക് പലരും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ടാക്സ് കളക്ഷൻ അടക്കമുള്ള സംഗതികൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നരേന്ദ്രമോദിക്ക് ഒരു ഡയറക്റ്റ് ബെനഫിറ്റ് സ്കീം 12,000 രൂപ എന്നുള്ള ഒരു 6,000 എന്നുള്ളത് ഒരുപക്ഷെ 10,000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കാനൊക്കും. അതോടൊപ്പം തന്നെ ഒരു ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ, എല്ലാ ജനങ്ങൾക്കും പെൻഷൻ കിട്ടുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം താമസിയാതെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട സൂചകങ്ങളൊക്കെ കാണിക്കുന്നത് കൂടുതൽ നികുതി വരുമാനം, കൂടുതൽ വളർച്ച, അത് പ്രയോജനപ്പെടുത്തി സാധാരണ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് സേവനങ്ങളും സൗകര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം പ്രധാനമന്ത്രി ഉജ്ജൽ സ്കീമെന്നോ അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് കിട്ടുന്നതെന്നോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അടക്കമുള്ളതൊക്കെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പുള്ള എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ ഈ ശുചിത്വത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആരും ഒന്നും, കുടിവെള്ളത്തെക്കുറിച്ച് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായി പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ശുഭാപ്തി വിശ്വാസത്തിനുള്ള ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള വളർച്ച അത് സൃഷ്ടിക്കുന്നത് നമ്മുടെ സംരംഭകരാണ്, നമ്മുടെ ചെറുപ്പക്കാരാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട് എന്ന് താങ്കൾ അവകാശപ്പെടുമ്പോൾ പോലും സംരംഭകർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ശ്രീ പ്രിൻസ് ജെയിംസിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ സന്തോഷ് വർഗീസ്, ഒരിക്കൽ കൂടി ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇവിടെ സംസ്ഥാനം അവസാനവട്ട മിനുക്കുപണികളിൽ ബജറ്റിൽ നടത്താൻ കാത്തിരിക്കുന്നു. കേന്ദ്രത്തിന്റെ സമീപനം എന്ത് എന്നത് നോക്കിയിട്ട് അത് തീരുമാനിക്കാം എന്നതാണ് ലക്ഷ്യം. അതിനായാണ് ബജറ്റ് 5-ാം തീയതിയിലേക്ക് പോലും മാറ്റിവെച്ചിരിക്കുന്നത്. ഇവിടെ സംസ്ഥാനങ്ങളെ പല വിധത്തിൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പല വിധത്തിൽ കെട്ടിവരിയുന്നു എന്ന ഒരു വിമർശനം വ്യാപകമാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ നമ്മൾ സമരത്തിനൊക്കെ പോകാനിരിക്കുന്ന സാഹചര്യമാണ്. ഇതിപ്പോൾ ബജറ്റ് എന്ന് പറയുമ്പോൾ അതിനുപരിയായി ഇപ്പോൾ ഡയറക്റ്റായിട്ട് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ വ്യാപകമായി ഇത്തരം ഒരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്ന ഒരു നിലയിലാണ് പ്രചരണം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഡയറക്റ്റായിട്ട് ഞങ്ങളിതാ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നു അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യുന്നു എന്ന് വരുത്താനുള്ളൊരു സാഹചര്യം കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് നമ്മൾ അങ്ങനെ കരുതാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്കറിയാമല്ലോ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലെ
ഒരു ജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സാമ്പത്തിക രംഗത്തെ ഒരു നയ സമീപനം മാറ്റും, അല്ലെങ്കിൽ അത്തരം ഒരു പരിപാടി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ലല്ലോ. പക്ഷെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു സംഗതി, ഇപ്പൊ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി വരുമാനത്തില് ഒരു ഒട്ടും അവഗണിക്കാൻ കഴിയാത്ത ഒരു കണക്കിൽ സെസ്സും സർചാർജും വന്നിരിക്കുകയാണ്. അപ്പൊ സെസ്സും സർചാർജും എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നികുതി വരുമാനം കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. കാരണം സെസ്സും സർചാർജും ധനകാര്യ കമ്മീഷൻ വഴി വിഹിതം കൊടുക്കേണ്ട. അപ്പൊ അത് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. മുമ്പൊക്കെ 5% അടുത്ത് നിന്നിരുന്ന സെസ്സും സർചാർജും ഒക്കെ തന്നെ ഇപ്പൊ ഏതാണ്ട് 20% അടുത്തേക്ക് എത്തുന്ന നിലയാണ് നിൽക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുമോ എന്നുള്ളത് ആണ്. അങ്ങനെ ഒരു കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ആശ്വസിക്കാനുള്ള ഒരു വക നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം നിരവധി പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ ലഭ്യതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധി പറഞ്ഞോളൂ ശ്രീ സന്തോഷ് വർഗീസ്, കേൾക്കാമോ? പറഞ്ഞോളൂ. ശരി, അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ പ്രിൻസ് ജോർജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രിൻസ് ജോർജ്, നാളെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇന്ന് വിപണി സെൻസെക്സ് 612 പോയിന്റ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ 203 പോയിന്റിന്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ജനദ്രോഹ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നൊരു ആശ്വാസം സാധാരണക്കാരെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ വിപണിയും ചിന്തിക്കുന്നു എന്ന് വേണമോ നമുക്ക് കാണാൻ? ഇന്നത്തെ ക്ലോസിംഗ് എത്രമാത്രം ആശ്വാസം നൽകുന്നതാണ്? നാളത്തെ പ്രതീക്ഷയെ എങ്ങനെ സൂചിപ്പിക്കുന്നതാണ്? വോളറ്റാലിറ്റി ഉണ്ട്. അത് സാധാരണ രീതിയിൽ ഒരു ബജറ്റ് വരുന്നതിന് മുമ്പുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. പലതരത്തിലുള്ള വ്യൂസ്, ബജറ്റ് നന്നാകും, ബജറ്റ് മോശമാകും എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യൂസ് ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പൊസിഷൻസ് ആളുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വോളറ്റാലിറ്റി ഉണ്ടാകുന്നത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ഇന്ന് നൈറ്റിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് എന്ന് പറയുന്ന അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയിലെ റിസർവ് ബാങ്കിന് തുല്യമായിട്ടുള്ള സെൻട്രൽ ബാങ്കിന്റെ ഒരു ഡിസിഷൻ, ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കണോ. കോവിഡിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് വളരെയേറെ കൂടിപ്പോയിരുന്നു. അതിന് വലിയ പ്രഖ്യാപനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് മാർക്കറ്റുകളിലുണ്ട്, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു കംഫർട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ തീരുമാനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ തീരുമാനവും അതോടൊപ്പം നാളെ ബജറ്റോട് ആയതോടുകൂടി വോളറ്റാലിറ്റി മാർക്കറ്റിൽ വളരെയേറെ കൂടി എന്നുള്ളതാണ്. ഞാൻ ഏതായാലും മാർക്കറ്റിനെ പറ്റി കൂടുതലായിട്ടൊന്നും നാളത്തെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇതൊരു ഇവൻ്റാണ്. ഇവന്റിന് ശേഷം ഇവന്റിന്റെ ഔട്ട്കം അനുസരിച്ച്, അതായത് ഇപ്പം ബജറ്റ് നല്ലതാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും, ബജറ്റ് മോശമാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ചെറിയ റിയാക്ഷൻ, നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഈ ബജറ്റ് ഒരു ഇൻട്രീം ബജറ്റ് ആയതുകൊണ്ടും ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റുകൾ വളരെയേറെ കാര്യങ്ങളിൽ ഇതിനെപ്പറ്റി ടച്ചപ്പ് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് 1-2 കാര്യങ്ങളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയാൻ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ തവണത്തെ ബജറ്റിലുള്ള റവന്യൂ, അതായത് ടാക്സ് കളക്ഷൻ്റെ ഒരു ബോയൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 13 മുതൽ 15% വരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതായത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റവന്യൂ ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. നേരത്തെ ജോൺ സാർ ഇവിടെ പറഞ്ഞു, അതായത് GST കളക്ഷൻ 1.8 lakh crore ആണ് ഒരു മാസം കിട്ടുന്നതെന്നുള്ളത്. അതൊക്കെ വലിയ തുകകളാണ്. GST കളക്ഷനും ഈവൻ ഡയറക്റ്റ് ടാക്സസിലും കോർപ്പറേറ്റ് ടാക്സ് അടക്കമുള്ള, പേഴ്സണൽ ഇൻകം ടാക്സ് അടക്കമുള്ള എല്ലാ മേഖലകളിലും ഗവൺമെന്റിന് വലിയ തോതിലുള്ള കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കളക്ഷൻ എഫിഷ്യൻസി വളരെ സ്ട്രോങ് ആണ് ഗവൺമെന്റിന്റെ. അപ്പോൾ അത് ഒരു വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് കൂടുതലും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ഇന്ത്യയിൽ UPI ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ്, മറ്റ് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ടെലികോം നെറ്റ്വർക്കുകൾ, 5G ആയിട്ടുള്ള റോൾ ഔട്ട്, ഇതെല്ലാം വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ വലിയ തോതിൽ പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വന്നു. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, പലർക്കും ബാങ്ക് അക്കൗണ്ട് നേരിട്ട് ആക്സസ് ചെയ്യാം, ഒരുമിച്ച് ടാർഗറ്റഡ് ആയിട്ട് സബ്സിഡീസ് കൊടുക്കാൻ പറ്റും, അപ്പോൾ ലീക്കേജസ് ഉണ്ടാകത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള വളരെയേറെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഇതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നേട്ടമായിട്ട് വേണമെങ്കിൽ ഗവൺമെൻറ് പറയാം. സാധാരണ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, റോഡും ബ്രിഡ്ജസും ഒക്കെ, അതൊക്കെ പണിയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് വലിയ തോതിൽ പണം ഗവൺമെൻറ് മുടക്കുന്നുണ്ട്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. അത് നേരത്തെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇതൊരു ഇൻട്രീം ബജറ്റ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യത്തക്ക രീതിയിലുള്ള പോളിസി ഡിസിഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ,
ഈ ബജറ്റിൽ അടുത്ത 2 മാസത്തേക്കുള്ള ഒരു വോട്ട് ഓൺ അക്കൗണ്ട്, അതായത് ഇൻകം എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും, പിന്നെ അഗ്രികൾച്ചറൽ സെക്ടറിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ചാൻസ് അറ്റ്ലീസ്റ്റ് ആ ഒരു പേര് കൊണ്ടുവരാനില്ല. കാരണം നമുക്കറിയാം അർബൻ ലെവലിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലെങ്കിലും റൂറൽ എക്കണോമിയിൽ ഇപ്പോഴും ഒരു സ്ലഗിഷ്നെസ് ഉണ്ട്. അഗ്രികൾച്ചർ PM കിസാൻ പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുവഴി ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ കൂടി എന്നൊക്കെ പറയുമെങ്കിലും അതുകൊണ്ട് മാത്രം സഫീഷ്യൻ്റ് ആകാത്ത ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ വരുന്നതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പോകും. ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കാര്യങ്ങൾ അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്ത ഗവൺമെന്റ് വന്നിട്ടാണ്. പക്ഷെ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ BJP ഗവൺമെന്റ് തന്നെ ഉറപ്പായിട്ടും അടുത്തവണ വരും. അതുകൊണ്ട് ഇത്തവണത്തെ ബജറ്റിൽ അവരൊരു ഫുൾ ബജറ്റായിട്ട് തന്നെ അങ്ങ് അവതരിപ്പിക്കും, എല്ലാ പോളിസികളും അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇലക്ഷൻ എന്താണെങ്കിലും വേറൊരു ഗെയിമാണ്. ഇലക്ഷന് മുന്നിലുള്ള ഒരു റിസ്ക് എടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, അതാണ് താങ്കളുടെ നിരീക്ഷണങ്ങൾ. ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം വളരെ പെട്ടെന്ന് ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ CP ജോൺ, ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന് മേനി നടിക്കുമ്പോൾ പോലും അതിലും വലിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഈ രാജ്യത്തെ സാമ്പത്തിക അസമത്വം അത് ഏറി വരികയാണ്. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ സാമൂഹിക സുരക്ഷ, സാമൂഹിക നീതി എന്നൊക്കെയുള്ളത് പ്രതിപക്ഷം ഒരു മുദ്രാവാക്യമായി എടുക്കുന്നു. അത് പ്രധാന പ്രചരണ ആയുധമാക്കി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുക കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇനി സാധ്യമാകുമോ? അതിന് കൃത്യമായ ഒരു നീക്കിവെപ്പ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാമക്ഷേത്രം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വേണ്ടിടത്തൊക്കെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഭാഗം കാണാതെ മുന്നോട്ട് പോവുക സാധ്യമാണോ? അതുകൊണ്ട് തന്നെ ബജറ്റിൽ അതിനൊരു കരുതൽ പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഫിസ്ക്കൽ പൊസിഷൻ ഞാൻ ടെക്നിക്കലായിട്ട് പറയുകയാണ്. ഇന്നത്തെ ധനപ്രതിസന്ധി അല്ലെങ്കിൽ ധനക്കമ്മി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് കൃഷിക്കാരുടെ കടങ്ങൾ, അതുപോലെ MSME സെക്ടറിലെ കടങ്ങൾ, ആ കടങ്ങൾ പരിഹരിക്കണമെങ്കിൽ പണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ ഏതാണ്ട് 75,000 കോടിയാണ് വേണ്ടി വന്നത് കൃഷിക്കാർക്ക് മാത്രം. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ 2-3 ലക്ഷം കോടി രൂപ വേണം. അതൊന്നും പ്രഖ്യാപിക്കാനുള്ള ത്രാണിയില്ല, തയ്യാറല്ല എന്നുള്ളത് ഒന്നാമത്തത്. തയ്യാറാണെങ്കിൽ പോലും സമ്പദ്ഘടനയ്ക്കാനുള്ള ത്രാണി ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിട്ടില്ല. കാരണം ഡയറക്ട് ടാക്സ് എല്ലാം വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള റിസർവുകൾ, ആ റിസർവുകൾ ഇവരെടുത്തു. അപ്പൊ ആ തരത്തിൽ കണ്ടിജൻസി വരുന്ന സമയത്ത് എടുക്കേണ്ട പൈസ പോലും അവരെടുത്ത് ചെലവഴിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സോപ്സ് കൊടുക്കാനായിട്ട് ഇപ്പൊ ഡയറക്ട് ടാക്സിൽ തന്നെ കുറവ് വരുത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇൻകം ടാക്സിലെ വലിയ തരത്തിലുള്ള ഒരു കുറവ് വരുത്തുമോ നമുക്ക് അറിയില്ലെങ്കിലും ഞാനത് ഞാൻ വളരെയധികം അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് ചെറിയൊരു ശതമാനം ആൾക്കാരാണ്. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നത് ഒരു വലിയ ഓവറാർച്ചിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ അജണ്ടയാണ്. ആ കമ്മ്യൂണൽ അജണ്ടയിൽ മെജോറിറ്റി ഗ്രൂപ്പിനെ, ഞാൻ ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, മെജോറിറ്റി ഗ്രൂപ്പിനെ ഒരു തരത്തിലുള്ള ഇമോഷണൽ അപ്പീസ്മെന്റ് ആണ്. അവർക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. അത് പാകിസ്ഥാനിലാണെങ്കിൽ മുസ്ലിം, ഇവിടെയാണ് ഹിന്ദു. അപ്പൊ അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സപ്ലൈ ചെയ്യാണ്. അപ്പൊ അതിനൊരു ഡിമാൻഡ് നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇമോഷണൽ അപ്പീസ്മെന്റ്, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. രാമക്ഷേത്രങ്ങൾ എത്രയോ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ടല്ല, ഡിമാൻഡ് അല്ല. ആ ഡിമാൻഡിനേക്കാൾ ഉപരി ഒരു അപ്പീസ്മെന്റ് ഉണ്ടാക്കുകയും കൃത്രിമമായ ഡിമാൻഡ് സൃഷ്ടിക്കുകയും രാമൻ ഇന്ത്യയുടെ ദൈവമാണ്, ഏകദൈവമാണ്, അല്ലെങ്കിൽ രാഷ്ട്രദൈവമാണ് എന്ന് പറയുക. ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള ഇമോഷണൽ അപ്പീസ്മെന്റിന്റെ അജണ്ടയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ടാക്സ് കളക്ഷൻ ഹൈ ആണെങ്കിൽ പോലും, ആ ടാക്സ് കളക്ഷൻ ഇൻഡയറക്ട് ടാക്സ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫിഗേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു ടാർഗറ്റിങ് അവർക്ക് സാധ്യമല്ല. എന്നാൽ ഇൻഫ്രയിൽ അവർ ചെയ്യുന്നുണ്ട്, അത് കാണാതിരിക്കില്ല. 1.5 ലക്ഷം കോടി രൂപയാണ് NHAI ചെയ്യുന്നത്. റെയിൽവേയും 1.5 ലക്ഷം കോടിയാണ്. അപ്പൊ രണ്ടിനാണ് 3 ലക്ഷം കോടി രൂപയായി. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ഒരു ഇൻഡെക്സ് ആണ് ഹങ്കർ ഇൻഡെക്സ്.
ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് സ്മൃതി ഇറാനി പറഞ്ഞത്, ഞാനൊരു ദിവസം ഭക്ഷണം കഴിക്കാതെ കാലത്ത് എണീറ്റ് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ പോയി, അവിടുന്ന് ഞാൻ തിരിച്ച് ചെന്നൈ ചെന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ അതിനിടയിൽ എന്നോട് അറിയൂ ഹംഗ്രി എന്ന് ചോദിച്ചാൽ ഞാൻ ഹംഗ്രി എന്ന് പറയുമായിരുന്നു, അപ്പൊ ഞാൻ ഹങ്കർ ഇൻഡെക്സ് കൂടുമായിരുന്നു ഒക്കെയുള്ള പരമവിഡ്ഢിത്തങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ പ്രശ്നം. പ്രശ്നം ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുകയും പണമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹങ്കർ ഇൻഡെക്സ് അട്രാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ജോലി തേടുന്ന യുവാക്കൾ, അല്ലാതെ ജോലി വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഒരു വലിയ പണക്കാരന്റെ ഒരു ഭാര്യ, അവർ ജോലിക്കായി അപേക്ഷിക്കുന്നില്ല, അപ്പൊ അവരെ അൺഎംപ്ലോയ്മെന്റിൽ കൂട്ടാറില്ല. ജോലി തേടാൻ ആഗ്രഹിക്കുകയും ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന 18നും 30നും വയസ്സിനിടയിലുള്ള ആളുകളുടെ 30% ഇന്ന് അൺഎംപ്ലോയിഡ് ആണ്. ഇത് ലോക മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോകരാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ 14% മുകളിലേക്ക് പോയാൽ തന്നെ അത് വെരി ഹൈ എന്നാണ് പറയുക. ഇത് 20% പോയി ഏതാണ്ട് 1/3 പോവുകയാണ് എന്ന് പറഞ്ഞാൽ, ജോലി ആഗ്രഹിക്കുന്ന, ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ജോബ് സീക്കേഴ്സ്, ആ ജോബ് സീക്കേഴ്സിന്റെ ഏതാണ്ട് 1/3 ആളുകൾ ജോബില്ല. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ കുറെ ജോബ് ഉണ്ടായിട്ടുണ്ട്, അത്രയുള്ള കാര്യം ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ റിയൽ പൊസിഷൻ, ആളുകളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും നാട്ടിൻപുറങ്ങളിലേക്കും അതുപോലെ തന്നെ സ്മോൾ ടൗൺസിലേക്കും എല്ലാം ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ കൊണ്ടുപോയി ചെയ്താൽ മാത്രമേ ആളുകൾ മുന്നോട്ട് വരൂ. പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളും എന്താ അതിന്റെ ഗുണം? അവിടേക്ക് പണം പമ്പ് ചെയ്താൽ ഓരോ വാർഡിലും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഞരമ്പിലും എന്ന് പറയുന്നത് പോലെ, ഓരോ 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 ആർട്ടറിയിലേക്കും ഓക്സിജൻ എത്തിക്കാം എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് കൃത്യമായിട്ട് അവിടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും അതിന്റെ റിഫ്ലക്ഷനും ഉണ്ടാവും. ഒരു ഗ്രാമീണ റോഡ് പണിയുമ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ തന്നെയാണ് പണിയെടുക്കുക. അത് എവിടെ നിന്നുള്ളവർ പണിയെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ തരത്തിൽ ഉള്ള ഒരു വികേന്ദ്രീകൃതമായ പ്രോജക്റ്റിംഗ് അല്ല. പ്ലാൻ ഈറ പോയി പ്രോജക്റ്റ് ഈറയായി. ആ പ്രോജക്റ്റ് ഈറകൾ തന്നെ റൂറൽ പ്രോജക്റ്റ് ഈറകളല്ല, മറിച്ച് വലിയ മെഗാ പ്രോജക്റ്റുകളാണ്. പിന്നെ നേരത്തെ ജോസ് പറഞ്ഞൊരു കുടിവെള്ളത്തിന്റെ കാര്യത്തെ കുറിച്ച് ജോസ് വളരെ അറിയുന്ന ഒരാളാണ്. മുൻകാല ഗവൺമെന്റുകളെ വിമർശിക്കുകയും അതിപ്പോ നമ്മുടെ അജണ്ട അല്ല. പക്ഷേ ബക്രാനങ്കൽ മുതൽ മലമ്പുഴ വരെ പണിതൊരു കാലം ഉണ്ടായിരുന്നു എന്ന് മറന്നു പോകരുത്. ആ എക്സ്പെൻഡിച്ചറിന്റെ മുകളിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. മലമ്പുഴ ഡാം, പീച്ചി ഡാമും വാഴാനി ഡാമും അടക്കമുള്ള ചെറുതും വലുതുമായ ഡാമുകളുടെ ലോകം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഫങ്ഷനിങ് ആണ്. അന്ന് നെഹ്റു പണിത ഡാമുകൾ ഇപ്പോഴും പശു പാല് തരുന്നത് പോലെ നമുക്ക് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാനൊന്ന് പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ. പദ്ധതികൾ പേര് മാറ്റി അവതരിപ്പിക്കുന്നത് കൊണ്ട് മുൻകാല പദ്ധതികൾ ഇല്ലാതാകുന്നില്ല എന്ന ഒരു സാഹചര്യം കൂടി. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ ഇവിടെ ഇപ്പോൾ ഞാനൊന്ന് വിട്ടുപോകുന്നു. ഓക്കെ വളരെ നന്ദി സാർ, വളരെ നന്ദി. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ ഇവിടെ ഇപ്പോൾ ധനക്കമ്മി ഏറ്റവും വലിയ, ഏറ്റവും അത്യാവശ്യം നേരിടേണ്ടുന്ന പ്രതിസന്ധിയായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ട്. സംസ്ഥാനങ്ങളെ കടബാധ്യതയുടെ പേരിൽ വടിയെടുക്കുമ്പോൾ തങ്ങളുടെ വരവും കടവും തമ്മിലുള്ള അന്തരം എത്രമാത്രം എന്നത് ഇനിയെങ്കിലും കൃത്യമായി പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യമാണുള്ളത്. അപ്പോഴൊക്കെ പോലും ഇതുപോലെ പണം സാധാരണക്കാരിലേക്ക് എത്താൻ ഉതകുന്ന തരത്തിൽ, യുവാക്കൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ അൺഎംപ്ലോയ്മെന്റ് നിരക്ക് കൂടി വരുന്ന ആ ഗൗരവമായ സാഹചര്യം, മറ്റ് ചെറുകിട പദ്ധതികൾ ഉൾപ്പെടെയുള്ളവർ, വ്യവസായികൾ, അവരൊക്കെ നിക്ഷേപം നടത്തുകയും അവരുടെ നിലവിലുള്ള ബിസിനസ് അത് വിപുലീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഉണർത്തുക എന്നത്, ഒപ്പം കടം അധികമാകരുത് എന്നതും, സാമ്പത്തിക ബാധ്യത, ഈ ധനക്കമ്മി കുറയ്ക്കുക എന്നതൊക്കെ ഒരു വെല്ലുവിളിയായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതോ അതിനപ്പുറം ഇത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ്, കയ്യടി കിട്ടേണ്ടുന്ന അവസരമാണ് എന്നത് കണ്ട് മാത്രമായിരിക്കുമോ ഈ ഇടക്കാല ബജറ്റ്? ഇതിനെ കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ വികസിത രാജ്യങ്ങളിലൊക്കെ ടാക്സ് GDP റേഷ്യോ എന്ന് പറയുന്നത് 35-നും 40-നും ഇടയിലാണ്. നേരെ മറിച്ച് നമ്മുടെ ഈ ഇന്ത്യയിലെ ടാക്സ് GDP റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ വരുമാനം കൂടി എടുത്താൽ പോലും അത് ഒരു 17% പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ നികുതികൾ വർദ്ധിപ്പിച്ച് കൂടുതൽ പൊതുവിഭവങ്ങൾ സമാഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് കേന്ദ്രത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് സംസ്ഥാനങ്ങൾക്കുണ്ട്. കാരണം ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ സംസ്ഥാനങ്ങൾക്കുണ്ട് അധികാരങ്ങൾ, കടമകൾ, അതുപോലെ തന്നെ കേന്ദ്രത്തിനുമുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കുക. സംസ്ഥാനം നികുതി ഏറ്റവും കൂടുതൽ പിരിച്ചിട്ടുണ്ട് കേരളം. കണക്കുകൾ RBIയുടെ കണക്കുകൾ പോലും അതാണ് സൂചിപ്പിക്കുന്നത്. അല്ലല്ല, അത് പിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കഴിഞ്ഞ 5 വർഷം അലസമായി ഇരുന്ന് GST കോമ്പൻസേഷൻ വാങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു നിവൃത്തിയില്ലെന്ന് വന്നതോടുകൂടി ഇറങ്ങി പിരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലം എന്ന് പറയുന്നത് കേന്ദ്രത്തിന് മാത്രം ബാധകമാവുന്നതല്ല, കേരളത്തിലും ബാധകമല്ല. തീർച്ചയായും ഞാൻ പറഞ്ഞു വന്നതല്ല. ഈ സംസ്ഥാനം നമ്മുടെ ഒരു ഫെഡറൽ സെറ്റപ്പിലെ സംവിധാനങ്ങളിൽ ഓരോ തലത്തിലുള്ള സർക്കാരുകളും, അത് പ്രാദേശിക സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും പിരിക്കേണ്ട നികുതികൾ പിരിക്കണം. പിന്നെ മറ്റൊന്ന്, ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് മതിൽ കൊണ്ട് തിരിച്ചിട്ടുള്ള സംഗതികളല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ ചെലവുകൾ അത് ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലായാലും റെയിൽവേയിലായാലും ഡിഫൻസ് അടക്കമുള്ള കേന്ദ്രത്തിൻ്റെ സ്പെൻഡിങ് അതെല്ലാം സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള ശേഷിയെ GSDPയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തി കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്കുണ്ട്. ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, കേന്ദ്രം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിലെ ഈ സർചാർജുകളും സെസ്സുകളും വഴിയായിട്ട് കൂടുതൽ കേന്ദ്രം കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തടയണം അത് തടയുകയാണെങ്കിൽ, അതില്ലാതാകുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് കിട്ടാൻ പോകുന്നത് ഏറിയാൽ 6000 അല്ലെങ്കിൽ 7000 കോടി രൂപയാണ്. നേരെ മറിച്ച് കേരളത്തിൻ്റെ ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ള പലതരത്തിലുള്ള കുടിശ്ശികകൾ എടുക്കുകയാണെങ്കിൽ അതൊരു 50,000 കോടി വരും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ഥിതി. നമ്മുടെ ഈ ജനപ്രിയതയുടെ പേരിൽ ഉള്ള ഒരു വളരെ എളുപ്പമുള്ള മാർഗം കേന്ദ്രത്തെ കുറ്റം പറയുക, കേന്ദ്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതേസമയം സ്വന്തം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ ജനങ്ങളുടെ മുമ്പിൽ ജനപ്രീതിക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിലുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ആഗോള സാഹചര്യത്തിൽ, ടെക്നോളജിയുടെ ഈ സാഹചര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിന് വലിയ ഒരു പങ്കാണുള്ളത്. നമ്മുടെ ഈ പഴയ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്ത് അവർ ചെയ്യട്ടെ എന്നതിന് പകരമായിട്ട് മാസീവായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കി രാജ്യമൊട്ടാകെ ഒന്നിച്ചൊരു വിപണിയായി മാറുന്ന ആ പ്രക്രിയയിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് കാര്യക്ഷമതയ്ക്കാണ്. എഫിഷ്യൻ്റായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പണം അവരുടെ കയ്യിലോട്ട് ഇട്ടുകൊടുത്ത് അവിടെ അഴിമതിയും കെടുകാര്യസ്ഥതയും വർഷങ്ങളിലൂടെ നിൽക്കുന്ന പ്രോജക്റ്റിനേക്കാളും ഒരുപക്ഷെ നല്ലത് കേന്ദ്ര നമ്മുടെ ഫെഡറൽ സംവിധാനം അതല്ലല്ലോ മുന്നോട്ട് വെക്കുന്ന ആശയം. അത് ആ നിലയിൽ നിലനിന്ന് പോകേണ്ടുന്നത് അത്യാവശ്യം തന്നെയല്ലേ? അതിന് ഒന്നും നിരക്കാത്ത തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നതെന്ന് തോന്നുന്നു. അല്ലല്ല, ആ പഴയ പാരഡൈം മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു ആഗോള മത്സരത്തിന്റെ പ്രാദേശിക ആവശ്യങ്ങൾ അറിഞ്ഞും സാഹചര്യങ്ങൾ അറിഞ്ഞും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ സർക്കാരിന് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റൂ, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റൂ. ആ സ്വാതന്ത്ര്യം പ്രാദേശിക സർക്കാരുകൾ അടക്കം അത് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ്. ശരി ശരി ശ്രീ സന്തോഷ് വർഗീസ് ഉണ്ടോ? അദ്ദേഹം നമുക്കൊപ്പം ഇല്ല, അദ്ദേഹം കട്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് BCR-ൽ നിന്ന്. അദ്ദേഹത്തിലേക്ക് പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചെത്താം. ശ്രീ പ്രിൻസ് ജോർജ്, ഇവിടെ ഇപ്പോൾ ഓഹരി വിപണിയിൽ നമുക്ക് നോക്കിയാൽ നല്ല ഉണർവ് ഈ പോയ കാലത്തൊക്കെ നമുക്ക് വ്യക്തമാകും. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ IPO-കളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ലാഭം ഓഹരി ഉടമകൾ, പ്രാഥമികമായ ഓഹരി ഉടമകൾ കൈക്കലാക്കുന്നു എന്നതിനപ്പുറം ആ സ്ഥാപനങ്ങൾ പോലും അവർ സ്വയം വികസിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നില്ല, കൂടുതൽ മൂലധന നിക്ഷേപങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്നൊരു സാഹചര്യം ഓഹരി വിപണികളെ സംബന്ധിച്ചുണ്ടോ? കൂടുതൽ ആ തരത്തിലുള്ള നടപടികളിലേക്ക് നയിക്കാൻ ആവശ്യമായ എന്ത് സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ആംഗിൾ മാത്രമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം റെക്കോർഡ് നമ്പർ ഓഫ് IPOs വന്നിരുന്നു. അതിൽ കൂടെ വലിയ തുക കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്ന ചില സെക്ടേഴ്സ് ഒന്ന് നോക്കാം. ഒന്ന്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളുടെ ഷെയറുകൾ വലിയ തോതിലുള്ള പ്രകടനം കഴിഞ്ഞ 2 വർഷം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ കൊടുക്കണം. കാരണം നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ എപ്പോഴും ഇൻഎഫിഷ്യൻ്റ് ആണ്, അവരെപ്പോഴും ലോസ് മേക്കിംഗ് ആണ്, അവരെ കൊണ്ട് നമുക്ക് ബാധ്യതയാണെന്നുള്ളതാണ്. എന്നാൽ ആ ഒരു നെറേറ്റീവിന് ശരിക്കും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ കാര്യം എടുത്തു നോക്കിയാലോ, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കാര്യം എടുത്തു നോക്കിയാലോ, എന്തിന് ഫാക്ടറിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ടേൺ അറൗണ്ട് ഓപ്പറേഷനിൽ കാണാൻ സാധിക്കും. എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓഹരികൾ ഇന്ത്യയിൽ ഇപ്പം അതുപോലെ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെ പൊതുമേഖലയിലുള്ള എല്ലാ രംഗത്തുമുള്ള കമ്പനികളും, പ്രത്യേകിച്ച് ഡിഫൻസ് പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ വലിയ തോതിലുള്ള കുതിച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം IPO വന്ന LIC പോലും ഇപ്പോൾ ഇഷ്യൂ പ്രൈസിന് മുകളിലായി ആളുകൾക്ക് ഒരു കംഫർട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. പിന്നെ രണ്ടാമത്, പ്രൈവറ്റ് സെക്ടറിലുള്ള ചില മേഖലകൾ, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടത്, ഈവൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, ബാങ്കിങ് പോലെയുള്ള മേഖലകളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനം സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലൈൻറ്റ് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഇൻഡെക്സുകൾ നോക്കിയാൽ തന്നെ ഒരു ആവറേജ് ഒരു 15-16% റിട്ടേൺ കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്തൊക്കെ ഓഹരി വിപണികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നതോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതോ വളരെ കുറച്ച് ആളുകൾ, എലൈറ്റ് ക്ലാസ്സിലുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ആ സിറ്റുവേഷനേ അല്ല. ഇപ്പോൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൂടുതൽ ആളുകളും സാലറീഡ് ആയിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് SIP പോലെയുള്ള പ്രൊഡക്റ്റുകൾ വഴി, മ്യൂച്വൽ ഫണ്ടുകൾ വഴി, നേരിട്ട് മൊബൈൽ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് ആണെന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. അപ്പോൾ ഗവൺമെൻറ് എന്തായാലും ഇത്തവണ ഈ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറുള്ള ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് അവർ കാര്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന് ദോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തുകൊണ്ട് അവർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഈ PSUയുടെ വില കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ അസറ്റ് വർദ്ധിക്കുക എന്നുള്ളതാണ് സിറ്റുവേഷൻ. അതുവഴി അവർക്ക് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി കൂടുന്നത് വഴി ലേറ്റർ സ്റ്റേജിൽ ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പോലെ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് PSU ഡൈവേസ്റ്റ് ചെയ്യാനായിട്ട്, PSUവിനെ എല്ലാവരും ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചറിന് കീഴിൽ കൊണ്ടുവരാനൊക്കെ ഉള്ള പ്ലാനുകൾ, അതൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഫിനാൻഷ്യൽ പൊസിഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇനിയുള്ളൊരു കാര്യം, ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, ബാക്കിയുള്ളതൊക്കെ മാർക്കറ്റിലെ സ്പെക്കുലേഷനാണ്. ഇനിയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ ഇപ്പോഴത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, ഇതിനു മുമ്പ് ഇവിടെ പാനലിസ്റ്റുകൾ ടച്ചപ്പ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു റിയൽ ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ്റിന് ഒറ്റയടിക്ക് അത് മാറ്റാൻ ഒക്കത്തില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരണം, ബിസിനസ്സുകൾ വരണം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉദ്ദേശിച്ച ലെവലിൽ പിക്കപ്പ് ചെയ്തില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. IPO വഴിയൊക്കെ കുറച്ച് കാശ് കിട്ടിയത് പ്രൊമോട്ടേഴ്സ് അവരുടെ കടങ്ങളൊക്കെ വീട്ടാനും മറ്റുമൊക്കെ ഉപയോഗിച്ചു എന്നല്ലാതെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പുതിയ ക്യാപെക്സ് ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നാൽ മാത്രമേ തയ്യാറാകാൻ പറ്റുന്ന തരത്തിൽ, അവർക്ക് അത്തരമൊരു ഉറപ്പ് നൽകുന്ന തരത്തിൽ ഉള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് വേണ്ടേ മനസ്സിലാക്കാൻ. അപ്പോൾ അത് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകുമോ? അത് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. താങ്കൾ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്തരത്തിലൊരു നീക്കമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അത് ഈ ഇൻട്രീം ബജറ്റിൽ ഉണ്ടാകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻട്രീം ബജറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തേക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഭരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ആംഗിളിൽ ബജറ്റിനെ കാണാനൊക്കത്തില്ല. ബജറ്റ് ഇപ്പോൾ ഒരു 2 മാസത്തേക്കുള്ള ഒരു വോട്ട് ഓൺ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ വരത്തുള്ളൂ. അൺഎംപ്ലോയ്മെന്റ് കാര്യം പറഞ്ഞ ഒറ്റ ഒരു പോയിന്റ് കൂടെ ക്ലാരിഫൈ ചെയ്യാം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുമ്പം കുറെ ജോബ് ലോസുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. IMFന്റെ റിപ്പോർട്ട് തന്നെ അതാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള ജോബ് ലോസുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടാനുള്ള ചാൻസ്. അപ്പൊ അതിനെ നമുക്ക് ഞാൻ സമയം കഴിയുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ഇടത്തരം ആളുകളെ, വ്യവസായികളെ സംബന്ധിച്ച് അവർക്ക് പോലും നിക്ഷേപത്തിനുള്ള ഒരു ഉറപ്പ് ഇല്ല. സാമ്പത്തിക രംഗം എത്ര കുതിച്ചു ചാടുന്നു എന്നൊക്കെ അവകാശപ്പെട്ടാലും അവർക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് എന്ന ബോധ്യം വരാത്തത് കൊണ്ടാണ് അവർ പിന്തിരിഞ്ഞു നിൽക്കുന്നത്. നമ്മളുടെ ഇപ്പോഴുള്ള ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അതൊരു കാര്യം. കേരളം എയിംസ് ഉൾപ്പെടെ നിരവധി പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് റെയിൽവേയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതീക്ഷകളുണ്ട്. അതൊക്കെ എന്ത് നടക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ
അർഹതപ്പെട്ടതെങ്കിലും കിട്ടിയാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാം എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിനെങ്കിലും നടപടി ഉണ്ടാകുമോ മറ്റു പ്രതീക്ഷകൾക്കപ്പുറം? അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലുത്തുന്നുണ്ട്. നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കാം. നമ്മുടെ വ്യവസായ വികസനത്തെ സംബന്ധിച്ച്, ഈ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് പറഞ്ഞ അക്കാര്യം, അത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഡിമാൻഡ് കൺസ്ട്രെയിൻ്റാണ്. നമ്മുടെ ഗ്രാമീണ ജനതയുടെ ചോദന ശേഷി വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൻതോതിലുള്ള വ്യവസായ വളർച്ചയിലേക്ക് നയിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ സംരംഭകരുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇടക്കാല ബജറ്റിൽ ഉള്ളത് എന്ന് അറിയാൻ. വളരെ നന്ദി ശ്രീ CP ജോൺ, ശ്രീ പ്രിൻസ് ജോർജ്, ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ശ്രീ സന്തോഷ് വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ പ്രത്യേക ചർച്ച, ബജറ്റിന്റെ മുന്നോടിയായുള്ള പ്രത്യേക ചർച്ച പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട് ഓഫ് ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.